ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ആ വർക്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ആ പാർലമെന്റിന്റെ സിസ്റ്റം പഠിച്ചു, രാജ്യസഭ എന്താണ്, ലോകസഭ എന്താന്ന് പഠിച്ചു, എങ്ങനെയാണ് ഡെസിഷൻ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു, എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഡേ ഇൻ ദ ലൈഫ് ഓഫ് ദി ലോക്സഭ. ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ലോക്സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഡെമോ ആണ്. നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാറില്ലേ, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ടാവും അല്ലെ. അതുപോലെ എ ഡേ ഇൻ ദി ലൈഫ് ഓഫ് ലോക്സഭയില് നടക്കുന്ന ഒരു ദിവസത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പം എന്തൊക്കെ തരത്തിലുള്ള ഡിസ്കഷൻസ് ആണ് ലോകസഭയിൽ നടക്കുക എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ആണ്. ഞാൻ ടൈം വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, 7 ഡിസംബർ 2004 ഉള്ള ഒരു ഇൻസിഡന്റ് ആണ്. 2004 ഡിസംബർ 7 തീയതി വാസ് എൻ ഓർഡിനറി ഡേ ഇൻ ദ ലൈഫ് ഓഫ് 14th ലോക്സഭ. 14th ലോക്സഭയിലെ ഒരു നോർമൽ ഡേ, പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല, ഒരു നോർമൽ ഡേ ആയിട്ടുള്ള ഡേയില് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് നോക്കുന്നത്. സോ 11 മണിക്ക് various ministries gave written answers to about 250 questions that were asked by members. അപ്പം 11 മണിയായ സമയത്ത് വേരിയസ് മിനിസ്റ്റേഴ്സ് ഗേവ് റിട്ടേൺ ആൻസേഴ്സ് കൊടുത്തു about 250 questions that were asked by members. മെമ്പേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരു 250 ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുത്തു. എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? വാട്ട് ഇസ് ദ ഗവൺമെന്റ്സ് പോളിസി ഓൺ ടേക്കിംഗ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ഇൻ കാശ്മീർ? കാശ്മീരിലെ മിലിറ്റന്റ് ഗ്രൂപ്പ്സിന്റെ ആ ഒരു ഇഷ്യൂല് ഗവൺമെന്റിന്റെ പോളിസി എന്താണ്? അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫിഗേഴ്സ് ഓഫ് atrocities against scheduled tribes including those inflicted by the police? And what's the government doing about overpricing of medicines by big companies? Big companies മരുന്നുകൾക്കൊക്കെ വില കൂട്ടുന്നതിനെ പറ്റി ഗവൺമെന്റിന്റെ പോളിസി എന്താണ്? ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കൊടുത്തു, റിട്ടേൺ ആൻസർ കൊടുത്തു. ആൻഡ് 12 എന്താ ചെയ്തത്? 12 ആയപ്പം a large number of official documents were presented and were available for discussion. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, കുറെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്തിട്ട് അത് ഡിസ്കഷനിൽ വെച്ചു. ദീസ് ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങളാണ്? റിക്രൂട്ട്മെന്റ് റൂൾസ് ഫോർ ദ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്. ഇൻഡോ ടിബറ്റൻ അല്ലെ, ഇന്ത്യൻ ടിബറ്റ് ബോർഡറിലുള്ള പോലീസ് ഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ്. ആനുവൽ റിപ്പോർട്ട് ഓഫ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ, IIT ഖരഗ്പൂർ അല്ലെ, IIT-യിലെ ആനുവൽ റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് രാഷ്ട്രീയ ഇസ്പത് നിഗം ലിമിറ്റഡ് വിശാഖപട്ടണം. ഇങ്ങനത്തെ കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ ഡിസ്കഷൻ വെച്ചു. ഇനി 12-2 സമയത്ത് ദ മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് Northeastern region made a statement regarding revitalization of the Northeastern Council. The Minister of the State for Railways presented a statement showing the grant needed by the railways in addition to the sanctioned in the railway budget. Minister of Human Resource Development introduced the National Commission for Minority Educational Institutions Bill. കുറച്ച് ബില്ലുകളാ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ്? നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ 2004. Also gave a statement explaining why the government had to bring an ordinance for this. ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനത്തെ ഓർഡിനൻസ് ഒക്കെ കൊണ്ടുവരുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് എന്താ അവിടെ നടക്കുന്നത്? 12-14 സമയത്ത് several members highlighted some issues including the vindictiveness of the Central Bureau of Investigation in registering cases against some leaders in the Talka case. And need to include Rajasthani as an official language. Rajasthani official language ആക്കാൻ വേണ്ടിയിട്ട് in the constitution. Need to renew the insurance policies of farmers. Farmersന്റെ ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ റിന്യൂ ചെയ്യാം. ആൻഡ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഓഫ് ആന്ധ്രാപ്രദേശിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. 2-26 സമയത്ത് എന്താ ചെയ്തത്? 2-26 2 bills proposed by the government were considered and passed. ഗവൺമെന്റ് 2 ബില്ല് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പാസ്സാക്കി. എന്തൊക്കെയായിരുന്നു? ദ സെക്യൂരിറ്റീസ് ലോസ് അമെൻമെന്റ് ആണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമെൻമെന്റ് ആണ്. ബിൽ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആൻഡ് റിക്കവറി ഓഫ് ടാക്സ് ലോസ് ബിൽ. അപ്പൊ ആ 2 ബില്ലുകളും കൺസിഡർ ചെയ്തിട്ട്
അത് പാസ്സാക്കി. ഇനി 4 മണിയായ സമയത്ത് എന്താ ചെയ്തേ? Finally, there was a long discussion regarding the foreign policy of the government. ഗവൺമെന്റിന്റെ വിദേശ നയങ്ങളുണ്ട് അല്ലെ, ഫോറിൻ പോളിസീസ് ഉണ്ട്. ആ ഫോറിൻ പോളിസീസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആൻഡ് ദ നീഡ് ടു കണ്ടിന്യൂ ആൻ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ ഓൺ ഇറാഖ്. അപ്പം ഫോറിൻ പോളിസീസിന്റെ ഡിസ്കഷൻ ആണ് 4 മണിയായ സമയത്ത്. ഇനി 7:17 ആയ സമയത്ത് ഡിസ്കഷൻ കൺക്ലൂഡഡ്, ഹൗസ് അഡ്ജോൺ ഫോർ നെക്സ്റ്റ് ഡേ. ഡിസ്കഷൻസ് ഒക്കെ കൺക്ലൂഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു സിസ്റ്റം നടന്നു പോകുന്നത്. അപ്പം കുറെ ടൈം വെച്ചിട്ട് അല്ലെ, നോർമൽ ആയിട്ടുള്ള ഒരു ഡേയില് എന്താണ് അവിടെ നടക്കുന്നത് അല്ലെ, ഒരു ലോക്സഭയില് നോർമൽ ആയിട്ടുള്ള ഒരു ഡേയില് ഇത്രയും കാര്യങ്ങൾ അല്ലെ, ഡിസ്കഷനോ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ബില്ല് പാസ്സാക്കുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ആൾക്കാരുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾക്കൊരു ബ്രീഫ് ആയിട്ട് നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് കുറച്ച് ബില്ല് പാസ്സാകുന്നു, അതിന് നിയമം വശങ്ങള് ഡിസ്കഷന് വേണ്ടിയിട്ട് പ്രസന്റേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. The person who signed the document did not take decision. അത് നമ്മൾ കണ്ടതാണ് അല്ലെ. ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്തു എന്ന് വെച്ചിട്ട് അയാളല്ല തീരുമാനം എടുക്കുന്നത്. He was only executing the policy decision taken by someone else. അല്ലെ, വേറെ ആരോ എടുത്തിട്ടുള്ള ഒരു തീരുമാനം ജസ്റ്റ് അത് പാസ്സാക്കുന്ന, ഒരു സൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. And we noted the role of the prime minister in taking that decision. അല്ലെ, പ്രൈം മിനിസ്റ്റർക്ക് ആ തീരുമാനം എടുക്കുന്നതിലുള്ള റോളും നമ്മൾ കണ്ടതാണ്. But also know that he could not have taken that decision if he did not have support from the Lok Sabha. അല്ലെ, ലോക്സഭയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം ലോക്സഭയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈം മിനിസ്റ്റർക്ക് തീരുമാനങ്ങൾ എടുക്കാനും പറ്റുകയുള്ളൂ. In that sense, he was only executing the wishes of the പാർലമെന്റ്. അപ്പം പാർലമെന്റിന്റെ വിഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള ഒരൊറ്റ ഫംഗ്ഷൻ, ഒറ്റ കാര്യം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രൈം മിനിസ്റ്റർ ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്റർ സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് സ്വന്തമായിട്ട് പാസ്സാക്കിയിട്ടാണോ വിടുന്നത്? അല്ല അല്ലെ, ലോക്സഭയുടെ എന്താണ് വിഷസ് ഒക്കെ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ പാർലമെന്റിന്റെ വിഷസ് ഒക്കെ പാസ്സാക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രൈം മിനിസ്റ്റർ ചെയ്യുന്നത്. Thus, at different levels of any government, we find functionaries who take day-to-day decisions but do not exercise supreme power on behalf of the people. അപ്പം ഡിസിഷൻസ് എടുക്കുക എന്നല്ലാതെ ഒരൊറ്റ ഇൻഡിവിജ്വലിനായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഒരു സുപ്രീം പവർ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ. കുറെ ആൾക്കാർ കൂടി തീരുമാനം എടുക്കുന്നു, അത് ജസ്റ്റ് ഒരാൾ സൈൻ ചെയ്യുന്നു, അങ്ങനെയാണല്ലേ നമ്മൾ കണ്ടത്. And all those functionaries are collectively known as the executive. അപ്പം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഈ ഫംഗ്ഷണറീസിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്താ? എക്സിക്യൂട്ടീവ് എന്ന് പറയാം. They are called executive because they are in charge of the execution of the policies of the government. അല്ലെ, ഗവൺമെന്റ് കുറച്ച് പോളിസീസ് കൊണ്ടുവരാം, ആ പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെ. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവരെ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. So they are called executive because they are in charge of the execution of the policies of the government. Thus, we talk about the government, we usually mean the executive. അപ്പൊ നമ്മള് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയാണ്? എക്സിക്യൂട്ടീവ്സ് ആണ് അല്ലെ. ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അവരെ നമ്മള് എക്സിക്യൂട്ടീവ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. അപ്പം എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയും 2 കാറ്റഗറി ആയിട്ടുണ്ട്. ഓക്കെ, അതെന്താന്ന് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്സ്. സോ ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി 2 categories make up the executive. 2 categories ആണ് എക്സിക്യൂട്ടീവിലുള്ളത്. One that is elected by the people for a specific period is called the political executive. ആരാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആരാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ചൂസ് ചെയ്യുന്നത്?
ജനങ്ങളാണ് അല്ലെ. ജനങ്ങള് എലക്ഷൻസ് വഴിയാണ്, എലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് choose ചെയ്യും. And political leaders who take the big decision fall in this category. അതിനകത്ത് വരുന്നത് ആരാണ്? പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹു ടേക്ക് ദ ബിഗ് ഡിസിഷൻസ് fall in this category. അതിനകത്ത് വരുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ്. And in the second category, people are appointed on a long term basis appoint ചെയ്യുന്നതാണ്. This is called the permanent executive or civil services. അപ്പം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ജനങ്ങള് ഒരു പൊളിറ്റിക്കൽ ബേസിസ് അല്ലെ, എലക്ഷൻ ബേസ്ഡ് ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പെർമനന്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സിവിൽ സർവൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ, പെർമനന്റ് ആയിട്ടല്ലേ ലോങ് ടേം ബേസിസിൽ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ആ രണ്ട് തരത്തിലുള്ള എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കലും ഉണ്ട്, പെർമനന്റ് എക്സിക്യൂട്ടീവും ഉണ്ട്. സോ persons working in civil services are called civil servants. സിവിൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയാ? സിവിൽ സർവൻസ് എന്നാണ് പറയാ. They remain in office even when the ruling party changes. അല്ലെ, ഓരോ 5 years ഒക്കെ കഴിയുമ്പോൾ ഭരണം മാറും അല്ലെ, റൂളിംഗ് പാർട്ടീസ് മാറും അല്ലെ, ഭരണം മാറും. ഭരണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ചിലപ്പോൾ മാറും അല്ലെ, ഷോർട്ട് ടേം ആയിട്ടാ വരുന്നത്. പക്ഷെ അവര് ഈ സിവിൽ സർവൻസ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് കാറ്റഗറി ഓഫ് എക്സിക്യൂട്ടീവ്സ് ദേ റിമൈൻ ഇൻ ഓഫീസ് ഈവൻ വെൻ ദ റൂളിംഗ് പാർട്ടി ചേഞ്ചസ് അല്ലെ, ഭരിക്കുന്ന പാർട്ടി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവര് ലോങ് ടേം ആയിട്ടുള്ള ആൾക്കാരാണ്, അവര് തുടർന്നുകൊണ്ടിരിക്കും. These officers work under political executive. ഈ ഓഫീസേഴ്സ് ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. ആൻഡ് അസിസ്റ്റ് ദം ഇൻ ക്യാരിയിങ് ഔട്ട് ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. അവരെ എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും? അവരുടെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യും. And the civil servant is usually more educated. അല്ലെ, നിങ്ങൾക്ക് അറിയാം സിവിൽ സർവന്റ്, സിവിൽ സർവീസ് എക്സാമിനേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള, ഹൈലി കോമ്പറ്റേറ്റീവ്. ഇപ്പൊ ഫസ്റ്റ് പ്രിലിംസ് ഉണ്ട്, ആദ്യത്തെ റൗണ്ട് ഒരു എക്സാം നടത്തും, അത് പാസ്സാവണം. രണ്ടാമത്തെ റൗണ്ട് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് എക്സാം നടത്തും, അത് പാസ്സാവണം. അതിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റിൽ വരണം. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ നടത്തും, കുറെ പാനൽ ഓഫ് ഇന്റർവ്യൂസ് ഉണ്ടാവും. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോയിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. അങ്ങനെയാണ് സിവിൽ സർവൻസ് ഉണ്ടാവുന്നത് അല്ലെ. ഒരു ലോങ് ആയിട്ട് ഭയങ്കര ഡീപ്പ് നോളജ് ഉള്ള ആൾക്കാരായിരിക്കും സിവിൽ സർവൻസ് ആയിട്ട് ഉണ്ടാവുക. അപ്പം സിവിൽ സർവൻസ് യൂഷ്വലി മോർ എഡ്യൂക്കേറ്റഡ് അല്ലെ, അവർ നന്നായിട്ട് ഒരു ഡിഗ്രി ആണ് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിഗ്രി ഉള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന് ഡിഗ്രി ഉള്ള ഒരാൾക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടി പറ്റും. ആ തയ്യാറെടുത്തിട്ട് പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസും പാസ്സായിട്ട് വേണം അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതും ക്വാളിഫൈ ആകുന്ന ആൾക്കാരാണ് സിവിൽ സർവൻസ് ആയിട്ട് വരുന്നത്. ആൻഡ് അവര് മോർ എഡ്യൂക്കേറ്റഡ് ആണ്. ഓക്കെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഫസ്റ്റ് കാറ്റഗറി ഏതായിരുന്നു? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ആയിരുന്നു. ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എങ്ങനെയാ വരുന്നത്? ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ രണ്ടാമത്തേതായിട്ടുള്ള ഈ സിവിൽ സർവൻസ് എങ്ങനെയാ വരുന്നത്? അവർ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഹാസ് മോർ എക്സ്പേർട്ട് നോളജ് അല്ലെ, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും ഓഫ് ദി സബ്ജക്ട്. ഏതൊരു വിഷയമാണെന്നുണ്ടെങ്കിലും അവർക്ക് എന്തുണ്ടാവും? അതായത് സിവിൽ സർവൻസിന്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, വളരെ വാസ്റ്റ് ആണ്. ആൻഡ് അവർക്ക് നല്ല നോളജ് ഉണ്ടാവും സബ്ജക്റ്റിനെ പറ്റിയിട്ട്. Advisors working in the finance ministry know more about economics than the finance minister. അപ്പം ഫിനാൻസ് മിനിസ്ട്രീന്റെ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സിവിൽ സർവന്റ് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററെക്കാളും അഫ്കോഴ്സ് എന്തുണ്ടാവും? വളരെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. Sometimes the ministers may know very little about the technical matters. ചിലപ്പം മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാ ചൂസ് ആവുന്നത്? എലക്ഷൻ ആണ് അല്ലെ, ആൾക്കാർ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് മിനിസ്റ്റർ മീൻസ് എലക്റ്റഡ് ആവുന്നത്, മിനിസ്റ്റർ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ സിവിൽ സർവൻസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ വഴി കയറുന്ന ആളാണ്. അപ്പം എഡ്യൂക്കേഷൻ വഴി കയറുന്ന ഒരാൾക്ക് അത്രയും നോളജ് ഉണ്ടാവും. അത്രയും നോളജ് ചിലപ്പം മിനിസ്റ്റർക്ക് അല്ലെ എലക്ഷൻ വഴി കയറുന്ന ഒരാൾക്ക് ഉണ്ടാവണം എന്നില്ല. ആൻഡ് മിനിസ്റ്റർക്കായിരിക്കും ടെക്നിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ സിവിൽ സർവന്റിനായിരിക്കും അറിയുന്നുണ്ടാവുക.
And this could easily happen in ministries like ഇപ്പൊ ഡിഫൻസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഹെൽത്ത് അല്ലെ, ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഓരോ ദിവസം അല്ലെ ഓരോ പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റുമോ? ഇല്ല, അവർ ഇലക്ഷൻ വഴി വരുന്നതാണ്. അപ്പം ഇവർക്ക് ഇതിന്റെ നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ടീം ഉണ്ടാവും അല്ലെ, അതിനെ പറ്റിയിട്ട് നോളജ് ഇതിങ്ങനെയാണ് എന്നൊക്കെ മിനിസ്റ്റർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മിനിസ്റ്റർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ടീം ഉണ്ടാവും. ആൻഡ് ഹെൽത്ത്, സയൻസ്, ടെക്നോളജി, മൈൻഡ്സ്, ഇതിലൊക്കെ മിനിസ്റ്റർക്ക് ഡീപ് നോളജ് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. Why should the minister have final say on these matters? അപ്പം ഇതിനെ പറ്റിയിട്ട് വലിയ നോളജ് മിനിസ്റ്റർക്ക് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇതിലൊക്കെ അന്തിമ തീരുമാനം എടുക്കുന്നത് ആരാണ്? മിനിസ്റ്റർ ആണ് അല്ലെ, അതത് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിസ്റ്റേഴ്സ് ആണ്. And the reason is very simple. In a democracy, the will of the people is supreme. ഒരു ഡെമോക്രസി എന്ന് പറയുന്ന സമയത്ത് അവിടെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആരുടെ താല്പര്യമാണ് അവിടെ പ്രധാനം എന്ന് പറയുന്നത്? ജനങ്ങളുടെ താല്പര്യമാണ് അല്ലെ, ജനങ്ങളുടെ താല്പര്യമാണ് അവിടെ പ്രധാനം എന്ന് പറയുന്നത്. The minister is elected as representative of the people and thus empowered to exercise the will of the people on their behalf. അപ്പം ജനങ്ങളാണ് ഡെമോക്രസിയിൽ ഇമ്പോർട്ടന്റ്, ജനങ്ങളുടെ ആഗ്രഹമാണ് ഇന്ന ആളാണ് മിനിസ്റ്റർ ആവേണ്ടതെന്നുണ്ട്. അപ്പം ആ ഒരു ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മിനിസ്റ്റർ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. She is finally answerable to the people for all the consequences of her decision. അപ്പം അവർ എന്തെങ്കിലും മിനിസ്റ്റർ റോങ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല ഡെസിഷൻ ആണെങ്കിൽ നല്ലത്, ഇനി റോങ് ആയിട്ട് എന്തെങ്കിലും ഡെസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അതിന്റെ ഒരു കോൺസിക്വൻസ്, അതിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്ത് ആൻസറബിൾ ആണ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. കാരണം ജനങ്ങളാണ് മിനിസ്റ്ററെ ചൂസ് ചെയ്യുന്നത്. അപ്പം ജനങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? മിനിസ്റ്റർക്ക് തന്നെയാണ് ഉള്ളത്. That is why the minister takes all the final decisions. The minister decides the overall framework and objective in which decisions on policy should be made. Okay, the minister decides the overall framework and objective in which decisions on policy should be made. The minister is not expected to be an expert in the matters of her ministry. ഞാൻ പറഞ്ഞു അല്ലെ, മിനിസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു മിനിസ്ട്രിയെ പറ്റി എക്സ്പേർട്ട് ആയിരിക്കണം എന്നില്ല, പക്ഷെ എക്സ്പേർട്ട് ആവണമെന്നില്ല, ആവാതിരിക്കാം, അത് മാറ്റർ അല്ല അല്ലെ. The minister takes the advice of experts on all technical matters. അപ്പം ഹെൽത്ത് മിനിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ആ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ഉണ്ടാവും അല്ലെ, ആ എക്സ്പേർട്സ് വേണം മിനിസ്റ്റർക്ക് ഈ കാര്യങ്ങളൊക്കെ പറ്റി ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മിനിസ്റ്റർക്ക് ഓൾറെഡി അതിനെപ്പറ്റി ഇൻഡെപ്ത് നോളജ് ഇല്ല എന്നുണ്ടെങ്കിലും മിനിസ്റ്ററുടെ കയ്യിൽ ഒരു ടീം ഓഫ് എക്സ്പേർട്സ് ഉണ്ടാവും. ആ എക്സ്പേർട്സ് വേണം മിനിസ്റ്റർക്ക് ഇതിന്റെ നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. But very often experts hold different opinions on or place before her more than one option. അപ്പം ചിലപ്പം എന്ത് ചെയ്യും, കുറെ എക്സ്പേർട്സ് ഉണ്ടാവും, ആ എക്സ്പേർട്സ് പറയുന്നതിനനുസരിച്ചായിരിക്കും മിനിസ്റ്റർ മനസ്സിലാക്കുന്നുണ്ടാവുക. എക്സ്പേർട്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പം മിനിസ്റ്റർ കൺഫ്യൂഷൻ ആവില്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പേർട്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദി ഓവറോൾ ഒബ്ജക്റ്റീവ് ഈസ് ദ മിനിസ്റ്റർ ഡിസൈഡ്സ്. അപ്പം അത് തീരുമാനിക്കുന്നത് ആരാണ്? മിനിസ്റ്റർ ആണ്. ആക്ച്വലി ദിസ് ഹാപ്പൻസ് ഇൻ എനി ലാർജ് ഓർഗനൈസേഷൻ. അപ്പം ലാർജ് ഓർഗനൈസേഷനിൽ ഇത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്, എന്താ ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻ ഒക്കെ വരാറുണ്ട്. സോ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് ആർക്കാണ്? ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? മിനിസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ എന്താ പഠിച്ചത്? എക്സിക്യൂട്ടീവ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലെ. എക്സിക്യൂട്ടീവ്സില് എന്താണ്? പെർമനന്റ് പൊളിറ്റിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ആരുമുണ്ട്? സിവിൽ സർവൻസും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.